ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മണി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന 2 ടെലിഗ്രാം ബോട്ടാണ്. കറക്റ്റ് പേയ്മെൻറ്റ് തരുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള 2 ടെലിഗ്രാം ബോട്ട്സാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ 3 ടെലിഗ്രാം ബോട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ ബോട്ടുകൾ കൂടുതലും റഫർ ഏണിങ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് അധികം ഏണിങ്സ് ആ ബോട്ടിൽ നിന്ന് കിട്ടുന്നില്ല. ഡെയിലി ബോണസായിട്ട് കുറച്ച് ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ കൂടുതലും റഫർ ചെയ്തുകൊണ്ടാണ് ഏണിങ്സ് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുന്ന 2 സെൽഫ് ഏണിംഗ് ബോട്ടുകളാണ്. അപ്പോൾ ഈ ബോട്ടുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ നല്ല രീതിയിൽ അൺലിമിറ്റഡ് ആയിട്ട് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ ബോട്ടുകൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെലിഗ്രാം ബോട്ട്സാണ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ബോട്ടിൽ നിന്ന് പേയോട് ട്രസ്റ്റ് വാലറ്റ് എന്നൊരു ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ ആ വീഡിയോ കണ്ട ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് 1 എന്ന് പറയുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇതൊരു ബോട്ടാണ്. ഇവിടെ ഈ ബോട്ടിൻ്റെ പേര് കാണാം, ക്ലിക്ക് ബോട്ട് എന്നാണ് ഈ ബോട്ടിൻ്റെ പേര്. അപ്പോൾ ഈ ബോട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ആണ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴെ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. വിസിറ്റ് സൈറ്റ്, ബാലൻസ്, പിന്നെ മെസ്സേജ് ബോട്ട്, റഫറൽ, ജോയിൻ ചാറ്റ്, സെറ്റിങ്സ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ബോട്ടിൽ ക്യാഷ് ആണ് കിട്ടുന്നത് പേ ഔട്ടായിട്ട്. അതൊരു ക്രിപ്റ്റോ കറൻസിയാണ് ക്യാഷ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ബോട്ടിൽ എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ സൈറ്റുകൾ വിസിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ എത്ര ലിമിറ്റൊന്നുമില്ല, എത്ര വേണമെങ്കിലും വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ട് ഈ ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ അതിൽ സെൽഫ് ഏണിങ്ങിന് നിങ്ങൾ ഏൺ ചെയ്യാൻ ഇവിടെ വിസിറ്റ് സൈറ്റ് എന്ന് കാണാം. അപ്പോൾ ആ വിസിറ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വിസിറ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഗോ ടു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ക്ലിക്ക് എന്നൊരു പെർമിഷൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ലോഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു ടൈമർ കാണാം, ഒരു 20 സെക്കൻഡിൻ്റെ ടൈമർ. അപ്പോൾ നിങ്ങൾ ആ 20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അത്ര ചെയ്താൽ അവർ കുറച്ച് ക്യാഷ് നിങ്ങളുടെ ബാലൻസിലേക്ക് ആഡ് ചെയ്ത് തരും. ഞാൻ ജസ്റ്റ് ആ 20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 20 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ എത്ര ക്യാഷ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഇവിടെ കാണാം. നമുക്ക് യു ഹാവ് ഏൺഡ് ഇത്രയും ക്യാഷ് കിട്ടിയ കാര്യങ്ങൾ അവിടെ തന്നെ കാണും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 20 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോരുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ബാലൻസ് കാണാം. നിങ്ങൾ ബാലൻസ് ചെക്ക് ഇവിടെ ബാലൻസ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടൽ അക്കൗണ്ടിലുള്ള ബാലൻസ് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ബാലൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ബാലൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ്, വിഡ്രോ ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ താഴെ നിങ്ങൾക്ക് മെനു എന്ന ഓപ്ഷൻ കാണാം. ആ മെനു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മെനു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പഴയ പോലെ തന്നെ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് വിസിറ്റ് സൈറ്റ്, ബാലൻസ്, പിന്നെ റഫറൽസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ആ വിസിറ്റ് സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗോ ടു വെബ്സൈറ്റ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. ചില സമയത്ത് ഈ ടൈമർ ചില വെബ്സൈറ്റിൽ ടൈമർ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഈ സൈറ്റിൽ ഇപ്പോൾ ടൈമർ ഇവിടെ ഓടുന്നുണ്ട്. പക്ഷേ ചില സൈറ്റുകളിൽ ടൈമർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ടൈമർ ഇല്ലാത്ത സൈറ്റുകളാണ് നിങ്ങൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ആ വെബ്സൈറ്റിൽ വെയിറ്റ് ചെയ്താൽ മതി. അഥവാ ടൈമർ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ടൈമർ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അഥവാ ടൈമർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 10 സെക്കൻഡ് ആ വെബ്സൈറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ബാക്ക് അടിച്ച് പോരാ. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ 20 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഞാൻ ബാലൻസ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അവിടെ ബാലൻസ് കൂടിയത് കാണാം. അപ്പോൾ അഥവാ നിങ്ങൾ വെബ്സൈറ്റ് ടൈമർ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ആ വെബ്സൈറ്റിൽ വെയിറ്റ് ചെയ്ത ശേഷം ബാക്ക് പോരാം. അടുത്ത് നിങ്ങളുടെ റെഫർ ചെയ്തും ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഫറൽ എന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് റെഫറൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റെഫറൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എത്ര റെഫറൽ ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നിങ്ങളുടെ റെഫറൽ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഏൺ ചെയ്യുന്നതിന് 15% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരാളെ റെഫർ ചെയ്താൽ അയാൾ ഏൺ ചെയ്യുന്നതിന് 15% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അയാൾ ഒരു ദിവസം ഒരു
കുറച്ച് ഏൺ ചെയ്താൽ അതിൻ്റെ 15% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ റഫറൽ റിവാർഡായിട്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ബാലൻസ് എന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് കാണാൻ കഴിയും. താഴെ വിഡ്രോ എന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷനൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ മിനിമം വിഡ്രോവൽ കാണിക്കും. അപ്പോൾ എൻ്റെ ബാലൻസിന് ഇത്ര സീക്ക് ക്യാഷ് ആണുള്ളത്. അപ്പോൾ മിനിമം വിഡ്രോ എത്താൻ ഇവർ പറയുന്നത് 0.0035 സീക്ക് ക്യാഷ് ആവണമെന്നാണ്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഏൺ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അത്ര നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ നിങ്ങൾ കുറച്ച് സൈറ്റുകൾ വിസിറ്റ് ചെയ്താൽ തന്നെ മിനിമം വിഡ്രോ ആവും. അപ്പോൾ മിനിമം വിഡ്രോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം വിഡ്രോ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ സീ ക്യാഷ് അഡ്രസ്സ് അവർ ചോദിക്കും. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് അവർ വിഡ്രോവൽ തരുന്നതാണ്. അപ്പോൾ ഈ സീ ക്യാഷ് അഡ്രസ്സ് കിട്ടാൻ നിങ്ങൾ നേരത്തെ ട്രസ്റ്റ് വാലറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സീ ക്യാഷിൻ്റെ അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ട്രസ്റ്റ് വാലറ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സെർച്ച് ബാർ ആയിരിക്കും. ഒരു സെർച്ച് ബാർ ഓപ്പൺ ആയി വരും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സീ ക്യാഷ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് മുകളിൽ ഏറ്റവും മുകളിൽ ഒരു സെഡ് ക്യാഷ് ZEC. അപ്പോൾ ഇതാണ് സീ ക്യാഷ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ കുറച്ച് കോയിൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സീ ക്യാഷ് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിലുള്ള ജസ്റ്റ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ സെഡ് ക്യാഷ് അല്ലെങ്കിൽ സീ ക്യാഷ് എന്ന് സെർച്ച് ചെയ്യുക. അതിന് ജസ്റ്റ് ഒന്ന് സെഡ് ക്യാഷ് സെർച്ച് ചെയ്യുക. ആ സെഡ് ക്യാഷ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സീ ക്യാഷ് അല്ലെങ്കിൽ സെഡ് ക്യാഷ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പം ജസ്റ്റ് അത് ഓൺ ആവും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നേരെ നിങ്ങൾ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ സെഡ് ക്യാഷ് നിൽക്കുന്നത് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഓൺ ആക്കി കൊടുത്താൽ മാത്രം നിങ്ങളെ മെയിൻ പേജിലേക്ക് ആ സെഡ് ക്യാഷ് വരുള്ളൂ. അപ്പോൾ സീ ക്യാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ സീ ക്യാഷ് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിസീവ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ റിസീവ് ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കാണാം. പിന്നെ താഴെ ഇതാണ് നിങ്ങളുടെ അഡ്രസ്സ്. താഴെ നിങ്ങൾക്കൊരു അഡ്രസ്സ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഇവിടെ ഒരു കോപ്പി എന്ന ഓപ്ഷനും കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ കോപ്പി ക്ലിക്ക് ചെയ്ത് ആ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ സീ ക്യാഷിന് അഡ്രസ്സ് കോപ്പി ചെയ്തു. അതിനുശേഷം നിങ്ങൾ നേരെ ഈ ബോർഡിൽ വന്നിട്ട് നിങ്ങൾ മിനിമം വിഡ്രോ ഇത്ര എത്തിക്കഴിഞ്ഞാൽ അവർ അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ആ കോപ്പി ചെയ്ത അഡ്രസ്സ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ആ വിഡ്രോവൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് വെച്ചിട്ട് ഇങ്ങനെ സെൽഫായിട്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ആ ട്രസ്റ്റ് വാലറ്റിലെ അഡ്രസ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ അവരെ വിഡ്രോവൽ അതിലേക്ക് തരുന്നതാണ്. ഇപ്പോൾ എനിക്ക് വിഡ്രോ ചെയ്ത് കാണാൻ കഴിയില്ല, കാരണം എൻ്റെ ബാലൻസ് അത്ര ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് വിഡ്രോ ചെയ്യാം. പേയ്മെൻ്റ് ഒക്കെ തരുന്ന ഒരു ബോട്ടാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ബോട്ടിലേക്ക് പോകാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് 2 എന്ന് പറയുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ബോട്ടിൻ്റെ പേര് ഡോജ് ക്ലിക്ക് ബോട്ട് എന്നാണ്. അപ്പോൾ ഈ ബോട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡോജ് കോയിൻ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ഡോജ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഡോജ് കോയിൻ ഇപ്പോൾ അധികം വിലയില്ല, വില കുറവാണ്. അത് കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം ഉണ്ടാക്കി നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് സൂക്ഷിച്ച് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു വിലയ്ക്ക് സെല് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കാണും. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ബോട്ടിന് അതേ ഇൻ്റർഫേസ് ആയിരിക്കും. നിങ്ങളുടെ വിസിറ്റ് സൈറ്റ്, ബാലൻസ്, റഫറൽ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ വിസിറ്റ് സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വിസിറ്റ് സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരത്തെ പോലെ തന്നെ ഗോ ടു വെബ്സൈറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ആ ഗോ ടു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് പോകും. ജസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടൈമർ കാണും. ആ ടൈമർ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 10 സെക്കൻഡ് ടൈമർ ആയിരിക്കും, ചിലപ്പോൾ 20 സെക്കൻഡ് ടൈമർ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ടൈമർ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ടൈമർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്തതെന്ന്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോരുക. ഞാൻ ജസ്റ്റിൻ്റെ ബാലൻസ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഡോജ് കോയിൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഡോജ് കോയിൻ ഏൺ ചെയ്യാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അഥവാ ടൈമർ വന്നില്ലെങ്കിൽ നിങ്ങളൊരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ചില സമയത്ത് ടൈമർ വരില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ആ വെബ്സൈറ്റിൽ വെയിറ്റ് ചെയ്താൽ മതി. ചില സമയത്ത് നിങ്ങൾ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ബസ്സിലെ സ്ക്വയറൊക്കെ ടിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചില സമയത്ത് മാത്രമേ ക്യാപ്ചാസ് കംപ്ലീറ്റ് ചെയ്യാൻ അവർ പറയാറുള്ളൂ. അതിനുശേഷം ചില സമയത്ത് നിങ്ങൾ സൈറ്റിലേക്ക് ആയിരിക്കില്ല, ടെലിഗ്രാം ബോട്ടിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ആ ബോട്ടിലെത്തിക്കഴിഞ്ഞ് നിങ്ങൾ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അഥവാ സൈറ്റിലെത്തുകയാണെങ്കിലും 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി ടൈമർ വന്നില്ലെങ്കിൽ. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് വന്നാൽ നിങ്ങളുടെ വാലറ്റിലേക്ക് ആ ഡോജ് കോയിൻ ആഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റെഫർ ചെയ്തും ഏണിങ്സ് കിട്ടും. അതിന് നിങ്ങൾക്ക് താഴെ റെഫറൽ ഓപ്ഷൻ കാണാം. റെഫറൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ റെഫറൽസ് കാണാം, പിന്നെ എത്ര ഡോജ് കോയിൻ റെഫറൽസിലൂടെ ഏൺ ചെയ്തെന്നും കാണാം. പിന്നെ നിങ്ങൾ റെഫറൽ ലിങ്ക് ഇവിടെ കാണാം. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ബോട്ടിൽ തന്നെ അതുപോലെ തന്നെ 15% നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ റെഫർ ഏൺ ചെയ്യുന്നതിൻ്റെ 15% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഒരു 10-20 സെക്കൻഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് കിട്ടും. അപ്പോൾ ഡോജ് കോയിൻ വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 10 ഡോജ് കോയിൻ 2 രൂപേൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഡോജ് കോയിൻ ഏൺ ചെയ്തിട്ട് ട്രസ്റ്റ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ കൂടുമ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു പുതിയതായിട്ടൊരു ID ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കാണിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ ബാലൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിഡ്രോ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ കാണാം. നേരത്തെ പറഞ്ഞ ബോർഡിന് അതേ ഇൻ്റർവ്യൂസ് ആണ്. അപ്പോൾ വിഡ്രോ ഒന്ന് കൊടുക്കുക. വിഡ്രോ കൊടുക്കുമ്പോൾ അവർ പറയുന്നത് മിനിമം വിഡ്രോയിൽ 4 ഡോജ് കോയിൻ ആണ്. എൻ്റെ ബാലൻസിന് ഇപ്പം ഇത്ര 0.052 ഡോജ് കോയിനേ ഉള്ളൂ. അപ്പം മിനിമം വിഡ്രോ 4 ഡോജ് കോയിനാണ്. അപ്പം നിങ്ങൾ 4 ഡോജ് കോയിൻ എത്തിയാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ഞാനിത് പുതിയതായിട്ട് ഒരു ID ക്രിയേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പഴയ ID, ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ID-ലേക്ക് ഒന്ന് പോയി കാണിച്ചു തരാം. ഇതിൻ്റെ പഴയ ID ആണ്. ഞാൻ എൻ്റെ ബാലൻസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ബാലൻസിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 4 ഡോജ് കോയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്തും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ജസ്റ്റ് ആ വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യുവർ ബാലൻസ് 4 ഡോജ് കോയിൻ, പിന്നെ ടു വിഡ്രോ എൻ്റർ യുവർ ഡോജ് കോയിൻ അഡ്രസ്സ്. നേരത്തെ പറഞ്ഞ ബോട്ട് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡോജ് കോയിൻ അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ട്രസ്റ്റ് വാലറ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മെയിൻ പേജിൽ ഇവിടെ ഡോജ് കോയിൻ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. എൻ്റെ ഇപ്പോൾ ഡോജ് കോയിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡോജ് കോയിൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഡോജ് കോയിൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡോജ് കോയിൻ വരുന്നത് കാണാം. അതിന് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓൺ ആക്കി കൊടുക്കണം. അത് നിങ്ങൾ ഓൺ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഹോം പേജിൽ ഡോജ് കോയിൻ എന്ന് കാണാം. അപ്പോൾ എൻ്റെ ഡോജ് കോയിൻ നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണാം, എൻ്റെ ഡോജ് കോയിൻ. അപ്പോൾ എൻ്റെ ഡോജ് കോയിൻ ഇവിടെ ബാലൻസ് നിങ്ങൾക്ക് കാണാം 6 ഡോജ് കോയിനാണ് ബാലൻസ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 6 ഡോജ് കോയിൻ എൻ്റെ ബാലൻസിൽ ഇപ്പം നിലവിൽ 6 ഡോജ് കോയിനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ ഡോജ് കോയിൻ്റെ അഡ്രസ്സ് എടുക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ റിസീവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സ് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒന്ന് കോപ്പി ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ നേരെ ടെലിഗ്രാം ബോട്ടിലേക്ക് വരണം. ടെലിഗ്രാം ബോട്ടിൽ വന്ന ശേഷം നിങ്ങൾ ജസ്റ്റ് ആ അഡ്രസ്സ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഡോജ് കോയിൻ എത്രയാണ് വിഡ്രോ ചെയ്യുന്നത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 4 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. നിങ്ങൾ ജസ്റ്റ് ആ കൺഫേം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിഡ്രോവൽ ഹാവ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഹിസ്റ്ററി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ആ ഹിസ്റ്ററിന് കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളെ ഹിസ്റ്ററി. അപ്പോൾ ഈ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. അപ്പോൾ വിഡ്രോവൽ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ വരും, ഇൻസ്റ്റൻ്റ് ആയിട്ട് വരില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ബാലൻസിന് 6 ഡോജ് കോയിൻ തന്നെയാണ്, എനിക്കത് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സ്റ്റാറ്റസ് പെൻഡിങ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടും. പേയ്മെൻറ്റ് എനിക്ക് നേരത്തെ കാണിച്ചല്ലോ 6 ഡോജ് കോയിൻ അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 ബോട്ടും ട്രൈ ചെയ്ത് നോക്കണം. പേയ്മെൻറ്റൊക്കെ ഷുവറായിട്ട് തരുന്ന 2 ബോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പെൻഡിങ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പെൻഡിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ എൻ്റെ ട്രാൻസാക്ഷൻ ഇവിടെ വ്യൂ ഹിയർ എന്ന് കാണുന്നത് പെൻഡിങ് സ്റ്റേജ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ
സെൻഡ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഡോജ് കോയിൻ ഒന്ന് വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെയാണ് ഞാൻ പ്രൂഫ് കാണിച്ചു തന്നത്. എനിക്കിതാ ഇവിടെ 4 ഡോജ് കോയിൻ കിട്ടിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കാണിച്ചു തരാം. ഇതാ ഇവിടെ 4 ഡോജ് കോയിൻ. നേരത്തെ ഈ 6 ഡോജിന് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എൻ്റെ ബാലൻസിൽ 10 ഡോജ് കോയിൻ ആയി. അപ്പോൾ പിന്നെ പേയ്മെൻ്റ് ഒക്കെ ഷുവറായിട്ട് കിട്ടുന്നുണ്ട്. പേയ്മെൻറ്റ് എനിക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടി. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടില്ല, അപ്പോൾ തന്നെ കിട്ടില്ല. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരും. 2 ബോട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. രണ്ടും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ഇതുവരെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്ന 2 ബോട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പേ ഔട്ട് കിട്ടുന്ന നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് അത് എക്സ്ചേഞ്ച് ഇന്ത്യൻ റുപ്പിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ വേറെ എക്സ്ചേഞ്ച് സൈറ്റുകൾ വഴി എക്സ്ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് ഫീ ഒക്കെ കൊടുക്കണം. അപ്പോൾ ആ ഫീ ഒക്കെ കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ത്യൻ റുപ്പിയെ കിട്ടുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ബാലൻസിൽ ഇപ്പോൾ 10 ഡോജ് കോയിൻ ഉള്ളത്. 10 ഡോജ് കോയിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 2 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് 10 ഡോജ് കോയിൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ 2 രൂപ പോലും കിട്ടില്ല, ചെറിയൊരു എമൗണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ എക്സ്ചേഞ്ച് താല്പര്യമുള്ളെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചാറ്റ് വിത്ത് മീ എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പിലേക്കായിരിക്കും പോകുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ കൂടെ ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ മണി മേക്കിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ